നമസ്കാരം. മലയാളത്തിൽ അടുത്തതായി വരാൻ പോകുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. പേടിക്കണ്ട, പേടിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ഡിയസ് ഇറേ എന്നാണ് ചിത്രത്തിന്റെ പേര്. പ്രണവ് മോഹൻലാലാണ് നായകനായി എത്തുന്നത്. മോഹൻലാൽ എന്ന നായക നടന്റെ മകനായി സിനിമയിൽ നിന്ന് വന്ന് നെപ്പോട്ടിസം എന്ന പേരൊക്കെ അനാവശ്യമായി വാങ്ങി പരിക്കേൽപ്പിച്ച ആ നടൻ ഇന്ന് ഡിയസ് ഇറയുടെ ട്രെയിലറൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ മലയാളികൾ ഞെട്ടിത്തെരിച്ച് അന്താളിച്ച് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അമ്മാതിരി ഇമോഷൻസ് കൺവേ ചെയ്യാൻ പ്രണവിന് ആ ട്രെയിലറിലൂടെ മാത്രം സാധിക്കുകയും ചെയ്തു. ട്രെയിലറിലൂടെ ഗംഭീരമായ രീതിയിൽ പേടിപ്പിക്കാൻ സംവിധായകനായ രാഹുൽ സദാശിവനും സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ഡിയസ് ഇറയ്ക്ക് മേൽ വലിയ പ്രതീക്ഷകളാണ് ചിത്രത്തിന് മേൽ ഉള്ളത്. ആ ചിത്രത്തിൽ ഭൂതകാലവും ഭ്രമയുഗവും ഒക്കെ എടുത്ത് നമ്മളെ ഞെട്ടിച്ച് അന്താളിപ്പിച്ച് വെച്ച രാഹുൽ സദാശിവന്റെ ചിത്രവും കൂടിയാണ് ഡിയസ് ഇറേ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളമാണ്. ഈ റിലീസിന്റെ സമയത്ത് ഒക്കെ നമ്മൾ അങ്ങനെ പ്രണവ് മോഹൻലാലിനെ ഇന്റർവ്യൂസിലൊന്നും അധികം കാണാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പോലും പ്രണവ് അങ്ങനെ അഭിമുഖങ്ങളൊന്നും വന്നിട്ട് പോലുമില്ല. അതെല്ലാം ആ വഴിക്ക് നീങ്ങുകയും ചെയ്യും. പ്രണവിന്റെ യാത്രയിലുമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രണവിനെ കണ്ടത് ബെർലിനിൽ വെച്ചാണ്. ബെർലിനിലെ ചില സുഹൃത്തുക്കൾ, ചില മലയാളികൾ പ്രണവിനെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴാണ് ഈ മനുഷ്യന് തൻ്റെ സിനിമ റിലീസാകാൻ പോകുന്നതിൻ്റെ ടെൻഷൻ പോലും ഇല്ലാതെ ഇങ്ങനെ മല കയറിയും കുന്നു കയറിയും അല്ലെങ്കിൽ കണ്ട നാടുകളൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന പ്രണവ് മോഹൻലാലിനെ പ്രണവ് തന്നെ ട്രോൾ ചെയ്യുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ. എന്തായാലും വലിയ പ്രതീക്ഷകൾ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിയസ് ഇറേ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ ട്രെയിലർ വലിയ പ്രതീക്ഷകൾ നൽകുന്നതിനേക്കാൾ ഉപരി മലയാളി പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കാൻ പാകത്തിന് രീതിയിൽ ഈ സിനിമ വന്നിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനൊരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി തന്നെ ഏതൊക്കെ രീതിയിലാണ് ഈ സിനിമ പേടിപ്പിക്കാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലായിരിക്കാം മലയാളി ഓഡിയൻസിനെ പേടിപ്പിക്കാൻ പോകുന്നത്. കാരണം മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ലോക സിനിമകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല ഹൊറർ സിനിമകളും വേൾഡ് വൈഡ് ആയിട്ടുള്ള പല ഭാഷയിലുള്ള ഹൊറർ സിനിമകളും കണ്ട് പരിചിതമാണ് മലയാളികൾ. അവരുടെ മുന്നിലേക്കാണ് എ സർട്ടിഫിക്കറ്റ് സിനിമയുമായിട്ട് ഡിയസ് ഇറേ എത്തുന്നത്. ഡിയസ് ഇറേ ഏതൊക്കെ രീതിയിലായിരിക്കാം പേടിപ്പിക്കുക എന്നുള്ള ഒരു ആംഗിൾ കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രണവ് എന്ന നടനെ എങ്ങനെയായിരിക്കാം നറിഷ് ചെയ്തെടുക്കുക രാഹുൽ സദാശിവൻ എന്നതറിയണം. ഇപ്പോൾ ഭൂതകാലം എന്ന സിനിമ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഭൂതകാലം എന്ന സിനിമ ഷെയ്ൻ നിക്കത്തിനെ തന്നെ കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ട് ഇന്നും മലയാളി പ്രേക്ഷകർ വിലയിരുത്തുന്ന ഒരു സിനിമയായിട്ടാണ് ഭൂതകാലത്തിൽ ഷെയ്ൻ്റെ പെർഫോമൻസിനെ പറയുന്നത്. ഷെയ്ൻ്റെയും രേവതിയുടെയും കോമ്പിനേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഹൊറർ മൊമെൻറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് വല്ലാത്ത കിക്ക് തരുന്ന മൊമെൻറ്റ്സാണ്. അപ്പോൾ അങ്ങനത്തെ കിക്ക് മൊമെൻറ്റ്സ് സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേണം പറയാൻ. അങ്ങനത്തെ മൊമെൻറ്റ്സ് അത് OTTയിൽ ആ സിനിമ വന്നതിന് പിന്നാലെ തന്നെ ആ റിലീസായി, അത് വന്നതിന് പിന്നാലെ തന്നെ അത് സിനിമ സ്വീകരിക്കപ്പെടുകയായിരുന്നു. പിന്നാലെയാണ് മമ്മൂക്കയുമായിട്ട് രാഹുൽ സദാശിവൻ ഒന്നിക്കുന്നു എന്ന വാർത്ത അപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഭ്രമയുഗത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഭ്രമയുഗം മമ്മൂക്കയുടെ തന്നെ വേറൊരു ഡയമെൻഷൻ. ഇന്നും ഇന്ത്യൻ സിനിമ താരങ്ങൾ ചർച്ച ചെയ്യുന്ന, ഇന്ത്യൻ ക്രിട്ടിക്കുകൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ഭ്രമയുഗം നിൽക്കുകയാണ്. അത് റിലീസായിട്ട് ഏകദേശം 2 വർഷം എത്താൻ പോവുകയാണ്. 2024 ഫെബ്രുവരിയിലാണ് ആ സിനിമ റിലീസ് എത്തുന്നത്. ഫെബ്രുവരി 15 എൻ്റെ ഓർമ്മ. ഫെബ്രുവരി 15 ഭ്രമയുഗം റിലീസ് എത്തുന്നത്. അന്ന് തുടങ്ങിയ ചർച്ചകളാണ് ഇന്നും അവസാനിക്കാതെ നിലയ്ക്കാതെ നിൽക്കുന്ന ആ ചർച്ചകൾ ഇന്ന് നിൽക്കുന്നുണ്ട്. മമ്മൂക്കയുടെ തന്നെ ചാത്തനായിട്ട് മമ്മൂക്കയുടെ ഒരു വേഷപ്പകർച്ച, ഒരു അഴിഞ്ഞാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ വന്നതിന് ശേഷം അത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകനും വലിയ രീതിയിലുള്ള അപ്രീഷിയേഷൻ ആ സിനിമയ്ക്ക് ശേഷം കിട്ടുകയും ചെയ്തു. അതിനുശേഷം രാഹുൽ ഏത് പടമാണ് ചെയ്യാൻ പോകുന്നത് എന്നതായിരുന്നു ചർച്ച. രാഹുൽ ഈ സിനിമയ്ക്ക് ശേഷം ഏതായിരിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രണവ് മോഹൻലാലുമായിട്ടൊരു കൊളാബറേഷൻ വരുകയും ചെയ്തത്. ഈ പ്രണവുമായിട്ടുള്ള കൊളാബറേഷൻ വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് പോസ്റ്റർ ഒരുപാട് പേരുടെ ഇടയിൽ പ്രണവ് മോഹൻലാൽ ഒരു സൈഡിൽ കിടക്കുന്നതായിട്ട്, അത് പിന്നീട് ഡീകോഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പലരും അത് പ്രണവാണല്ലോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ഹൊററിൻ്റെ ഒരു പുതിയ ഡയമെൻഷൻ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഡിയസ് ഇറേ എന്ന ചിത്രത്തിലൂടെ തന്നെ. ഇതിനിടയിൽ തന്നെ വന്ന പോസ്റ്ററുകൾ സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് പോസ്റ്ററുകളാണ് വന്നത്. ഒരു ബാങ്ങർ ഐറ്റംസ് ഒക്കെയാണ് പോസ്റ്റേഴ്സായിട്ട് വന്നത്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ പോസ്റ്റർ ഡിസൈനിങ് കോൺസെപ്റ്റുകളോടൊപ്പം തന്നെ നമ്മളെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റേഴ്സുമാണ് ഡിയസ് ഇറയിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കുറച്ച് പോസ്റ്റേഴ്സൊക്കെ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സാണ് പുറത്തു വന്നത്. അങ്ങനെ എല്ലാ രീതിയിലും സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സിനിമയുടെ പോസ്റ്റേഴ്സ്, ഇതിൻ്റെ ട്രെയിലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. പ്രണവ് എന്ന നടനെ ഏതൊക്കെ രീതിയിലായിരിക്കും എക്സ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ ആദ്യം എന്ന സിനിമയിൽ പാർക്കർ സ്റ്റണ്ടറായിട്ടാണ് പ്രണവ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാവട്ടെ ഹൃദയമാവട്ടെ, ഈ രണ്ട്, ഇപ്പോൾ ഹൃദയമില്ലായിക്കോട്ടെ ഒരു ചോക്ലേറ്റ് ബോയ്, ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന രീതിയിലാണ് വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വേറെ രീതിയിലാണ്. അതായത് അഭിനയം കൊണ്ട്
ഞെട്ടിപ്പിക്കാനുള്ള പല പല മുഹൂർത്തങ്ങൾ, സംഭവ വികാസങ്ങൾ പ്രണവിന് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ട്രെയിലറിൽ 2-3 സീക്വൻസുകൾ വളരെയധികം പ്രോമിസിങ് നൽകുകയാണ്. ഒരു യുവതാരത്തെ ഒരു വലിയ രീതിയിൽ, ഇപ്പോൾ പ്രണവ് മീഡിയയ്ക്ക് മുന്നിൽ വരാറില്ല എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ കൊണ്ടാടപ്പെടാനുള്ള ഒരു വലിയ ട്രീറ്റ് രാഹുൽ ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രണവിനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് ആണ് ഡിയർ സിയറ എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. 31-ാം തീയതി ഒക്ടോബർ 31-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. കാത്തിരിക്കാം ഏതൊക്കെ രീതിയിലാണ് സിനിമ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നതെന്ന്. കാരണം ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. ആ A സർട്ടിഫിക്കറ്റ് ഹൊററിന് വേണ്ടിയിട്ടാണ്.